നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. നാളെ മുതൽ നിരവധി മാറ്റങ്ങൾ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ്. റേഷൻ കടകൾ വഴി നിങ്ങൾക്ക് പണം ലഭിക്കും. അതായത് റേഷൻ വിഹിതത്തിന് പകരമായാണ് ഈ ഒരു തുക ലഭിക്കുക. ഈ ഒരു തുക ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് കൂടുതൽ വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതോടൊപ്പം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് ആശ്വാസമായി സ്വർണ്ണവില കുറയുന്നു. ഒറ്റയടിക്ക് 3680 രൂപയാണ് കുറഞ്ഞിട്ടുള്ളത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 1,13,240 രൂപയായി. ഒരു ഗ്രാമിന് 460 രൂപ കുറഞ്ഞ് 14,155 രൂപയിലും എത്തി. ഇന്നലെ പവന് 5000-ഓളം രൂപ വർദ്ധിച്ചെങ്കിലും ഉച്ചയോടെ വില കുറയുന്ന പ്രവണതയാണ് കണ്ടത്. അന്താരാഷ്ട്ര വിപണിയിലെ ലാഭമെടുപ്പും ആഗോള സാമ്പത്തിക ഘടകങ്ങളുമാണ് നിലവിലെ ഈ ഒരു വലിയ വിലക്കുറവിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, 2.5 കോടി ആധാർ നമ്പറുകൾ UIDAI പ്രവർത്തനരഹിതമാക്കി. ദുരുപയോഗം തടയുന്നതിനായി മരിച്ചവരുടെ ആധാർ നമ്പറുകളാണ് പ്രവർത്തനരഹിതമാക്കിയതെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചു. തട്ടിപ്പും ആധാർ സേവനങ്ങളുടെ നിയമവിരുദ്ധമായ ഉപയോഗവും തടയുന്നതിനായിട്ടാണ് ആധാർ നമ്പറുകൾ നീക്കം ചെയ്യുന്നത്. ഒരാൾ മരണപ്പെട്ടാൽ തട്ടിപ്പ് തടയുന്നതിനും ക്ഷേമ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആധാർ നമ്പർ അനധികൃതമായി ഉപയോഗിക്കുന്നത് തടയുന്നതിനുമായി ആധാർ നമ്പർ നിർജ്ജീവമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് IT സഹമന്ത്രി ജിതിൻ പ്രസാദ് ലോക്സഭയിൽ അറിയിച്ചു. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, പാവപ്പെട്ടവന്റെ അടുക്കളയിൽ പട്ടിണിയില്ലാത്ത കാലം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് റേഷൻ വിതരണ രംഗത്ത് വൻ വിപ്ലവത്തിനൊരുങ്ങി നരേന്ദ്രമോദി സർക്കാർ. റേഷൻ കടകൾ വഴി അരിയും ഗോതമ്പും വാങ്ങുന്നതിന് പകരം അതിന്റെ വിഹിതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണമായി നൽകുന്ന പുതിയ നിയമം നടപ്പിലാക്കുന്നു. SBIയുമായി സഹകരിച്ച് വികസിപ്പിച്ച ഇ-റുപ്പി ഡിജിറ്റൽ വൗച്ചർ വഴിയാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുക. ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം വേണോ അതോ പണം വേണോ എന്ന് ഇനി സ്വയം തീരുമാനിക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ കരുത്തിൽ റേഷൻ രംഗത്തെ അഴിമതിയും കരിഞ്ചന്തയും പൂർണ്ണമായും തുടച്ചു നീക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഛത്തീസ്ഗഡ്, പുതുച്ചേരി, അതുപോലെ തന്നെ ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു. റേഷൻ വിഹിതം തട്ടിയെടുക്കുന്ന ഇടനിലക്കാരെയും കരിഞ്ചന്തക്കാരെയും തുരത്താൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. പരീക്ഷണ ഘട്ടത്തിൽ തന്നെ 76,363 വ്യാജ റേഷൻ കാർഡുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് തന്നെ പുതിയ സാങ്കേതിക വിദ്യയുടെ വലിയ വിജയമായി തന്നെ വിലയിരുത്തപ്പെടുന്നു. അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ രാജ്യത്തിന്റെ സമ്പത്ത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്ന് മോദി സർക്കാർ ഉറപ്പാക്കുന്നു. ഈ ഒരു പുതിയ സംവിധാന പ്രകാരം ഓരോ മാസവും റേഷൻ കാർഡ് ഉടമകളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു പ്രത്യേക വൗച്ചർ എത്തും. കുടുംബാംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് 500 രൂപയോ 1000 രൂപയോ അതിൽ കൂടുതലോ വൗച്ചറായി ലഭിക്കാം. ഈ വൗച്ചർ ഉപയോഗിച്ച് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാം, അല്ലെങ്കിൽ അത് പണമാക്കി മാറ്റി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും സ്വീകരിക്കാം. ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ്, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത് ഗഡു അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോകുന്നു. 2000 രൂപയാണ് ഗുണഭോക്താക്കളുടെ അർഹരായിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളിലേക്കും ലഭിക്കുക. 4 മാസത്തെ ഇടവേളകളിലായാണ് ഈ ഒരു തുക വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തിൽ 6000 രൂപ അക്കൗണ്ടുകളിലേക്ക് 2000 രൂപ വെച്ച് ലഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണത്തെ ഗഡു അക്കൗണ്ടുകളിലേക്ക് ലഭിച്ച മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഈ ഒരു 22ാമത്തെ ഗഡു ഒരു തടസ്സവും കൂടാതെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കും. ഈ ഒരു മാസത്തിൽ തന്നെ വിതരണം ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ 31 ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് നൽകുന്ന പെൻഷൻ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിക്കുന്നു. മറ്റ് ക്ഷേമ പദ്ധതികളിലൊന്നും തന്നെ അംഗമല്ലാത്ത അന്ത്യോദയ, അന്നയോജന, അതായത് മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഉൾപ്പെടുന്നവരും ട്രാൻസ് വിഭാഗത്തിൽ വരുന്നവർക്കുമാണ് ഈ ഒരു തുക ലഭിക്കുവാനുള്ള അർഹതയുള്ളത്.
അതോടൊപ്പം തന്നെ ഇവർ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരുമായിരിക്കണം. അപ്പോൾ തീർച്ചയായും അർഹരായിട്ടുള്ള അപേക്ഷിച്ചിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും അക്കൗണ്ടുകളിലേക്ക് 1000 രൂപ വീതം ലഭിച്ചു തുടങ്ങും. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.